السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സുന്നത്തുർ റസൂൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുനനുൽ ഫിത്ര എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചു വന്നത്. അതിൽപ്പെട്ട 6 കാര്യങ്ങൾ നേരത്തെ നാം മനസ്സിലാക്കുകയുണ്ടായി. 7ാമത്തെ കാര്യം ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഗസ്ലുൽ ബറാജിം എന്നതാണ്. ബുർജുമത്ത് എന്ന് പറഞ്ഞാൽ കൈവിരലുകളുടെ അതേപോലെ കൈപ്പത്തിയുടെയും പുറഭാഗത്തുള്ള ചർമ്മങ്ങളിലുള്ള വരകൾ, പ്രത്യേകിച്ച് കൈവിരലുകളുടെ പുറഭാഗത്ത് മടക്കുകളിൽ കാണുന്ന ചെറിയ ചാലുകളോടുകൂടിയ ഭാഗങ്ങൾക്കാണ് ബുർജുമത്ത് എന്ന് പറയുന്നത്. ഏതൊരാളുടെയും കൈവിരലുകളിലും കൈപ്പത്തിയുടെ പുറഭാഗത്തെ ചർമ്മങ്ങളിലുമൊക്കെ ഇവ കാണാൻ സാധിക്കും. ഇതേപോലുള്ള വരകൾ കൈയുടെ ഉൾഭാഗത്തുമുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഇവ കഴുകണമെന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ മുസ്ലിങ്ങളായ ആളുകൾ ഒരു ദിവസം പലതവണ വുദു ചെയ്യുന്നവരാണ്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് വേണ്ടിയും സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടിയും രാത്രി നമസ്കാരത്തിന് വേണ്ടിയും അതല്ലാത്ത സമയങ്ങളിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷവും മലമൂത്ര വിസർജനം നടത്തിയതിന് ശേഷവും അതുപോലെ അഴുക്കും വൃത്തികേടുമൊക്കെ കൈകളിലാകുമ്പോഴുമെല്ലാം കൈകൾ കഴുകണമെന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ വുദുവിന്റെ സന്ദർഭത്തിൽ മാത്രമല്ല, അല്ലാത്ത ഘട്ടങ്ങളിലും കൈയുടെ ഇത്തരം ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിസ്കാത്തുൽ മസാബിഹിന്റെ വിശദീകരണ ഗ്രന്ഥമായ മിർഖാത്തുൽ മഫാത്തിഹിൽ ഇങ്ങനെ പറഞ്ഞത് കാണാം: വല്ലാഹിറു അന്നൽ മുറാദ ഗസ്ലു ജമീഇ ഉഖദിഹാ മിൻ മഫാസിലിഹാ വമആതിഫിഹാ. കൈയിലുള്ള, അതായത് ഇതിന്റെ ഭാഷാർത്ഥം എന്ന് പറയുന്നത് ബുർജുമത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിരലുകളുടെ പുറഭാഗത്തുള്ള ചർമ്മങ്ങളിലുള്ള ചാലുകൾ, അവക്കാണ് ബുർജുമത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം കൈയുടെ എല്ലാ മടക്കുകളിലുമുള്ള ചുളിവുകളിലുമുള്ള ഇത്തരം ഭാഗങ്ങൾ കഴുകുക എന്നതാണ്. ഇമാം ഷൗക്കാനി തന്റെ നെയ്ലുൽ ഔത്താറിൽ ഇതേ കാര്യം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഉഖദുൽ അസാബിഅ വമആതിഫുഹ എന്നതാണ്. പുറങ്കൈ എന്ന് മാത്രമല്ല, വിരലുകളുടെ മടക്കുകളിലും സന്ധികളിലുമൊക്കെയുള്ള ഈ ഭാഗങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഗസ്ലുഹ സുന്നത്തുൻ മുസ്തഖില്ലത്തുൻ ലൈസത് ബിവാജിബ. ഈ ഭാഗങ്ങൾ കഴുകുക എന്ന് പറയുന്നത് നിർബന്ധമല്ല, പക്ഷേ അത് സ്വതന്ത്രമായ ഒരു സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ വുദു എടുക്കുമ്പോഴായിരുന്നാലും അല്ലാതെയാണെങ്കിലും ശരി ഈ ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. ഖാലൽ ഉലമാഉ വയുൽഹഖു ബിൽ ബറാജിം മാ യജ്തമിഉ മിനൽ വസ്ഖി ഫീ മആതിഫിൽ ഉദുനി വഖഅരി സിമാഖി ഫയുസീലുഹു ബിൽ മസ്ഹി വനഹ്വിഹി. പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞ കൈകളിലുള്ള ഇത്തരം ബുർജുമത്തിനോട് ചേർക്കപ്പെടുന്ന വിഷയമായി പറഞ്ഞിട്ടുള്ളത്, മനുഷ്യന്റെ ശരീരത്തിൽ ഇതുപോലുള്ള മടക്കുകൾ, ചളികൾ കെട്ടിക്കിടക്കാനും കട്ടപിടിക്കാനും ഒക്കെ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടും എന്നതാണ്. പ്രത്യേകിച്ച് അല്ലെങ്കിൽ ചെവിയുടെ മടക്കുകൾ, ചെവിയുടെ ഉൾഭാഗത്ത് ഉണ്ടാകുന്ന ഇത്തരം ഭാഗങ്ങൾ, ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം തുടച്ചോ കഴുകിയോ അതിലുള്ള അഴുക്കുകളും കാര്യങ്ങളുമൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യന്റെ കൈകളിലും പ്രത്യേകിച്ച് അവ കഴുകി വൃത്തിയാക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ആധുനിക ശാസ്ത്രം പരിശോധിച്ചാൽ മനുഷ്യന്റെ ശരീരത്തിൽ ബാക്ടീരിയകളും അതുപോലെ തന്നെ ഫംഗസുകളും അതിന്റെ താവളങ്ങളായി താമസിക്കാൻ സ്വീകരിക്കുന്ന ഇടങ്ങളാണ് ഇവ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചർമ്മത്തിലുണ്ടാകുന്ന ഇത്തരം മടക്കുകളിൽ അവക്ക് താമസിക്കാനുള്ള ഗുഹകൾ പോലെ അവ അതിനെ കാണുകയും 1 സെന്റിമീറ്റർ പരിധിയിൽ മില്യൺ കണക്കിന് ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെ വർദ്ധിക്കാവുന്ന നിരക്ക് അവ വർദ്ധിച്ചു വളരുന്ന കേന്ദ്രങ്ങളായി ഇവ മാറുന്നു എന്നതും ആധുനിക ശാസ്ത്രം വിശദീകരിച്ചിട്ടുള്ളതാണ്. മനുഷ്യന്റെ കൈകളിലുണ്ടാകുന്ന പ്രത്യേകിച്ച് അഴുക്കും അതുപോലെ തന്നെ മാലിന്യങ്ങളുമൊക്കെ പുരളുന്ന കൈകളിൽ മനുഷ്യന്റെ മൂക്ക്, വായ, അത്തരം ദ്വാരങ്ങളിലൂടെ മനുഷ്യന്റെ ഉൾഭാഗത്തേക്കും മറ്റും
സൂക്ഷ്മ ജീവികളെയും ബാക്ടീരിയകളെയും ഒക്കെ കടത്തിവിടാനുള്ള കേന്ദ്രങ്ങളായി ഇവ മാറുന്നു. കൈകൾ അതിന്റെ വാഹകരായി മാറുന്നു. പകർച്ചവ്യാധികളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ജനങ്ങളിൽ പകരുവാൻ ഇത്തരം കൈകൾ ഉപയോഗിച്ച് ഹസ്തദാനം ചെയ്യുകയും പരസ്പരം കൈകൾ കൊണ്ട് സ്പർശിക്കുകയും ചെയ്യുമ്പോൾ ഇത് രോഗപ്പകർച്ചയ്ക്ക് കാരണമായി തീരുന്നു എന്നും ഇപ്പോഴത് വിശദീകരിക്കാതെ തന്നെ ഈ കൊറോണ കാലഘട്ടത്തിൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കൊറോണ സമയത്ത് പ്രത്യേകിച്ച് കൈ കഴുകുക എന്നതാണ് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ പ്രതിരോധത്തിനുള്ള മാർഗമായി സാധാരണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്നതുകൂടി സാന്ദർഭികമായി നമ്മൾ ഓർക്കുക. പല വസ്തുക്കൾ ഉപയോഗിച്ചും സോപ്പ് ഉപയോഗിച്ചുമൊക്കെ കൈകൾ ഇടക്കിടക്ക് കഴുകി വൃത്തിയാക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഈ ആധുനിക കാലഘട്ടത്തിൽ വലിയ ഒരു ശാസ്ത്രമായി അവതരിപ്പിക്കുന്ന വിഷയം, ഒരു ശാസ്ത്രവും പഠിച്ചിട്ടില്ലാത്ത കാലത്ത് അതൊന്നും പഠിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരമൊരു കാര്യം ഒരു പ്രത്യേക സുന്നത്തായി ഫിത്രത്തിൽപ്പെട്ട കാര്യമായി പഠിപ്പിച്ചുവെങ്കിൽ ഇതിന്റെ പ്രത്യേകത നാം വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കൂട്ടത്തിൽ പറഞ്ഞതായി നേരത്തെ ഭക്ഷണമര്യാദയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഹദീസ് വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ഇമാം തിർമിദി, അബൂദാവൂദ്, ഇബ്നു മാജ, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാ എന്നിങ്ങനെയുള്ള ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുകയും സഹീഹാണെന്ന് ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഹദീസ്, മൻ ബാത്ത വഫി യദിഹി റീഹു ഗമരിൻ ഫഅസാബഹു ഷൈഉൻ ഫലാ യലുമന്ന ഇല്ലാ നഫ്സഹ. ആരെങ്കിലും തന്റെ കയ്യിൽ ഗമർ എന്ന് പറയുന്നത് കൊഴുപ്പ്, എണ്ണ, അതുപോലെ തന്നെ മാംസവുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ, കൊഴുപ്പ് പോലുള്ള വസ്തുക്കൾ, ഇവയാണ് ഉദ്ദേശിക്കുന്നത്. ഇതും അതിന്റെ ഗന്ധവും കയ്യിലുണ്ടായിക്കൊണ്ട് ആരെങ്കിലും രാത്രി കഴിച്ചുകൂട്ടുകയാണെങ്കിൽ എന്നിട്ട് ഫഅസാബഹു ഷൈഉൻ അവന് വല്ലതും ബാധിച്ചാൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു അവനെ അല്ലാതെ മറ്റാരെയും ആക്ഷേപിക്കേണ്ടതില്ല, കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഈ ഹദീസിലുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കൈ കഴുകി ഇത്തരം ദുർഗന്ധങ്ങളും കാര്യങ്ങളും ഇല്ലാതാക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. രാത്രിയിൽ തന്റെ കയ്യിലുണ്ടാകുന്ന ഇത്തരം കൊഴുപ്പും എണ്ണയുമൊക്കെ പിടിച്ചെടുത്ത് എന്തെങ്കിലും ജീവികളും പ്രാണികളും നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളുമൊക്കെ വന്ന് ഭവിക്കുവാനും അത് അവനറിയാതെ അവന്റെ മൂക്കിലോ വായയിലോ ഒക്കെ ചൊറിയുകയോ മാന്തുകയോ ഒക്കെ ചെയ്ത് ഉള്ളിലേക്ക് എത്താനുമൊക്കെ സാധ്യതകൾ ഉള്ള ഒരവസരം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്ക് അസാബഹു ഷൈഉൻ, എന്നിട്ട് അവനെ വല്ലതും ബാധിക്കുകയും ചെയ്താൽ അവനെ അല്ലാതെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും കൈ പാത്രത്തിലിട്ട് കഴുകരുത്, മറിച്ച് പുറത്തേക്ക് വെള്ളമെടുത്ത് കൈ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമേ പാത്രത്തിൽ കൈയിടാകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്ത് ഒരു വർഷത്തിലൊരു ദിവസം ലോക കൈകഴുകൽ ദിനമായി ആചരിക്കപ്പെടുന്നുണ്ട്. സ്കൂളുകളിലും പാഠശാലകളിലുമൊക്കെ കുട്ടികളെ കൈകഴുകി പഠിപ്പിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളും മഹത്വങ്ങളുമൊക്കെ വിശദീകരിക്കപ്പെടുന്നു. രോഗാണുക്കൾ ഉള്ളിലേക്ക് എത്താതിരിക്കാൻ, അണുബാധയില്ലാതിരിക്കാൻ അത് സഹായിക്കുമെന്നും ശ്വാസകോശം, അതുപോലെ തന്നെ ഉദരം, കണ്ണ്, ത്വക്ക് എന്നിവയിലുണ്ടാകുന്ന അണുബാധകൾ നീക്കുവാനും ഇത് സഹായിക്കും. ന്യൂമോണിയ, വയറിളക്കം, ചെങ്കണ്ണ് എന്നിങ്ങനെയുള്ള മറ്റു വിവിധ ത്വക്ക് രോഗങ്ങൾ ഇവയൊക്കെ കുറക്കുവാൻ ഇതിലൂടെ സഹായിക്കുമെന്നുമൊക്കെ പഠിപ്പിക്കുന്നു. എന്നിട്ട് കൈ കഴുകുന്ന അതിന്റെ 8 വശങ്ങൾ വിശദീകരിക്കപ്പെടാറുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് കൈ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഏകദേശം 20 സെക്കൻഡ്, ഇന്നിപ്പോ കൊറോണ കാലഘട്ടത്തിലും 20 സെക്കൻഡ് പതപ്പിച്ച് കൈ കഴുകണം എന്ന് പറയുന്നു. ഈ 8 കാര്യങ്ങൾ പറയുന്നിടത്ത് ഒന്ന് പറയുന്നത് ഉള്ളംകൈ രണ്ടും ഉരച്ചു കഴുകണം, പിന്നെ പുറംകൈ ഉരച്ചു കഴുകണം, വിരലുകൾക്കിടയിൽ കഴുകണം, അതുപോലെ നഖങ്ങൾ ഉരക്കണം, വിരലുകളുടെ പുറകുവശം ഉരക്കണം, കൈക്കുഴ കഴുകണം എന്നൊക്കെ പ്രത്യേകമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. 8 കാര്യങ്ങളിൽ 6 ഈ കൈയുടെ ഇത്തരം ഭാഗങ്ങളെ ഉരച്ചു കഴുകുന്നതിനെ സംബന്ധിച്ചാൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കൈയുടെ ഉൾഭാഗത്ത് ഈ പറഞ്ഞിട്ടുള്ള മടക്കുകളിൽ ചില വരകളും ഒക്കെ ഉണ്ട്. ആ മടക്കുകളിൽ അഴുക്കും ചളിയും ഒക്കെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പുറംകൈ ഉരക്കണമെന്ന് പറയുന്നു, വിരലുകൾക്കിടയിൽ ഉരക്കണമെന്ന് പറയുന്നു, അതുപോലെ തന്നെ നഖങ്ങളുടെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള വശങ്ങൾ, വിരലുകളുടെ പുറവശം, അവിടെയാണ് കൂടുതൽ മടക്കുകൾ ഉള്ളത്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ നാം അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ ആധുനിക ശാസ്ത്രമല്ല, അതിന് മുമ്പേ 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം ഇക്കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്.
മാത്രവുമല്ല കൈ കഴുകുമ്പോൾ, പ്രത്യേകിച്ച് വുദു എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലുകൾക്കിടയിൽ കഴുകണമെന്ന് പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ആസിം ബിൻ ലഖീത്ത് ബിൻ സബിറ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദുവിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അസ്ബിഗിൽ വുദൂഅ, നീ വുദു പൂർണ്ണമായി നിർവഹിക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് വഖല്ലിൽ ബൈനൽ അസാബിഅ, വിരലുകൾക്കിടയിൽ നീ ഇടകലർത്തി കഴുകുക എന്നാണ്. ഖല്ലല എന്ന വാക്കിനർത്ഥം ഒന്നിനെ മറ്റൊന്നിന്റെ ഇടയിലേക്ക് കടത്തുക എന്നാണ്. അപ്പൊ വിരലുകൾ മറ്റു കൈയിന്റെ വിരലുകൾക്കിടയിലേക്ക് കടത്തി രണ്ട് കൈകളുടെയും വിരലുകളുടെ ഇടഭാഗങ്ങൾ കഴുകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ഇമാം തിർമിദിയും മറ്റും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്. അതേപോലെ തന്നെ കാല് വിരലുകളുടെ ഇടയ്ക്കുള്ള ഭാഗങ്ങളും ഇതുപോലെ കഴുകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതുകൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അബൂദാവൂദ് ഉദ്ധരിച്ചിട്ട് 148 നമ്പർ ഹദീസിൽ അനിൽ മുസ്തൗരിദ് ഇബ്നു ശദ്ദാദ് ഖാല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ തവല്ലഅ യദ്ലുകു അസാബിഅ റിജ്ലൈഹി ബിഖിൻസരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതുടുക്കുന്നതായി ഞാൻ കണ്ടു. പ്രവാചകൻ ഒതുടുക്കുമ്പോൾ കാൽ വിരലുകൾക്കിടയിലുള്ള ഭാഗത്തേക്ക് തന്റെ ചെറുവിരൽ പ്രവേശിപ്പിച്ച് യദ്ലുക്, ചില റിപ്പോർട്ടുകളിൽ യുദല്ലിക്കു അതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് കാണാം. ഏതായിരുന്നാലും ഉരക്കുക എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ വിരലുകൾക്ക് ഇടയിൽ, പ്രത്യേകിച്ച് ഭൂമിയിലൂടെ പല സ്ഥലങ്ങളിലൂടെയും മനുഷ്യൻ പാദരക്ഷ ധരിച്ചും ധരിക്കാതെയും ഒക്കെ നടന്നു പോകുന്നു. അവിടെ പലതരത്തിലുള്ള അഴുക്കുകളും അതുപോലെ തന്നെ മാലിന്യങ്ങളും രോഗാണുക്കളും ഒക്കെ കയറിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളായതുകൊണ്ടോ എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ ചെയ്തിട്ടുള്ള കാര്യം, ഈ വിരലുകൾക്കിടയിൽ കൈയുടെ ചെറുവിരലിട്ടുകൊണ്ട് ഇടക്ക് കടത്തി പ്രവാചകൻ കഴുകി വൃത്തിയാക്കുന്നതായി ഞാൻ കണ്ടു എന്നാണ് സഹാബി ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കൂ, കൈ പ്രത്യേകിച്ച് മനുഷ്യൻ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകൊടുക്കുമ്പോൾ മാത്രമല്ല, ഇത് സ്വതന്ത്രമായ ഒരു സുന്നത്താണ്. അല്ലാത്ത ഘട്ടങ്ങളിലും ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കാൽപാദങ്ങളും, അത് ഗസ്ലുൽ ബറാജിം എന്ന് പറഞ്ഞതിന് പുറമെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇസ്ലാം വൃത്തിക്ക് എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അവിടെ ഇത് സുനനുൽ ഫിത്ര എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രകൃതിയുടെ പ്രവാചകന്മാരുടെ നടപടിക്രമങ്ങളിൽപ്പെട്ട ഒരു കാര്യം. ഇതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ ഗൗനിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സുന്നത്തുകൾ നിലനിർത്തുന്ന ആളുകൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.